ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. ജാതകപ്പടി ആര് പണക്കാരനാകും, ആർക്ക് മഹാഭാഗ്യം വന്നു ചേരും, ആർക്ക് രാജയോഗം വരും, ഇതെല്ലാവർക്കും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ രക്ഷപ്പെടുവോ ഇല്ലേ എന്നുള്ളത്. അത് എപ്രകാരം ജാതകത്തിൽ നോക്കി മനസ്സിലാക്കാം? ഇതിനൊരു ഫോർമുലയുണ്ട്, ഒരു പാടല് തമിഴിലുണ്ട്. ആ തമിഴ് പാടല് ഞാൻ പറയാം. തഞ്ചമായി ഉദയോൻ കൂടെ ചന്ദ്രൻ നടത്താൻ ചേര കൊഞ്ചിടും സുങ്കൻ ഏഴിൽ കോലമായി നിன்றாലാകെ മിഞ്ചിടും ഗുരുവും പാമ്പും മികുന്തുടൻ പത്തിൽ നിൽക്കേ വഞ്ചനയോറും ഭാഗ്യം വന്നിടും രാജയോഗം. രാജയോഗം വരുമെന്നാ പറഞ്ഞത്. രാജയോഗം ആർക്ക് വരും? ഈ പാട് ഓർത്തു വെക്കുക. തഞ്ചമായി ഉദയോൻ കൂടെ, തഞ്ചമായി ഉദയോൻ കൂടെ ചന്ദ്രൻ നടത്താൻ ചേര. അപ്പൊ ഉദയോൻ അഥവാ ലഗ്നാധിപന്റെ കൂടെ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ നടത്താൻ ചേര. ചന്ദ്രൻ നടക്കുക ഉദയോന്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ലഗ്നവും ചന്ദ്രനും ഒരേ രാശിയിൽ നിൽക്കാം, അല്ലെങ്കിൽ ചേര, ഇവര് ജോയിൻ ചെയ്യുക. അപ്പൊ അത് ഉദ്ദേശിക്കുന്നത് ലഗ്നം ചന്ദ്രവർഗത്തിൽ നിൽക്കുക എന്നുള്ളതാണ്. ചന്ദ്രന്റെ കൂടെ ലഗ്നം നിൽക്കുക ഒരേ രാശിയിലായിട്ട്, അല്ലെങ്കിൽ ചന്ദ്രന് ലഗ്നത്തിലേക്ക് ദൃഷ്ടി ഉണ്ടായിരിക്കുക. ഇതൊരു മഹായോഗമാണ്. അതാണ് ആദ്യം പറഞ്ഞത്. എന്താ പറഞ്ഞത്? തഞ്ചമായി ഉദയോൻ കൂടെ ചന്ദ്രൻ നടത്താൻ ചാരെ. ഞാനത് പാടിത്തന്നു. തഞ്ചമായി ഉദയോൻ കൂടെ ചന്ദ്രൻ നടത്താൻ ചേര, അതാണ് പറഞ്ഞത്. രണ്ടാമത് എന്താ പറഞ്ഞതെന്ന് അറിയാവോ? സുങ്കൻ എന്ന് പറഞ്ഞാൽ ശുക്രൻ. കൊഞ്ചിടും സുങ്കൻ ഏഴിൽ. അപ്പൊ ഏഴാം ഭാവത്തില് സുങ്കൻ, ഏഴാം ഭാവത്തില് ശുക്രൻ. ഏഴാം ഭാവത്തില് ശുക്രൻ നിന്നാൽ ഒരു പ്രശ്നം നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ? കാരകോ ഭാവ വിനാശകൃത്ത് എന്ന് പറഞ്ഞിട്ട് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏഴാം ഭാവത്തിൽ ശുക്രൻ എന്ന പ്രശ്നമാവുന്ന ആൾക്കാർ വിചാരിക്കുന്നു ഈ ഒരു പയ്യന്റെ ജാതകത്തിലാണെങ്കിൽ കുറേയേറെ സ്ത്രീ ബന്ധങ്ങള്, എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കുമെന്നൊക്കെ പലരും വിശ്വസിച്ചിട്ട് ചിലവര് ഏഴ് ശുക്രൻ നിൽക്കുന്ന ജാതകം എന്റെ മോൾക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയുന്നു. എന്നാൽ ഇവിടെ രാജയോഗം കാണിക്കുന്ന ഒരു ഇതാണ് എന്താ പറഞ്ഞത്? രാജ്യവും കാണിക്കുന്ന ഒരു അമയിപ്പാണ് ഏഴില് ശുക്രൻ നിൽക്കുക എന്നുള്ളത്. കൊഞ്ചിടും സുങ്കൻ ഏഴിൽ കോലമായി നിன்றாലാകിൽ. കോലമായി നിൽക്കണം, ഒറ്റയ്ക്ക് നിൽക്കണം ഏഴില് ശുക്രൻ. അപ്പൊ ഏഴില് ശുക്രൻ ഒറ്റയ്ക്ക് നല്ല പവർഫുൾ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നല്ല രാജയോഗം ഉണ്ടാകും. ശത്രുക്ഷേത്രത്തിൽ പോകാതെ, നീചരാശിയിൽ പോകാതെ, രാഹുകേതുക്കളായിട്ട് ജോയിൻ ചെയ്യാതെയൊക്കെ നിൽക്കണം. അടുത്ത റൂള്. അപ്പൊ ശുക്രൻ ഏഴിൽ. ഓക്കെ, അടുത്ത റൂൾ എന്താ പറഞ്ഞ? മിഞ്ചിടും ഗുരുവും പാമ്പും. ഗുരു എന്ന് പറഞ്ഞാൽ വ്യാഴം, പാമ്പ് എന്ന് പറഞ്ഞാൽ സർപ്പി. അപ്പൊ ഗുരു സർപ്പയോഗം ചണ്ടാളയോഗം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ എടുക്കേണ്ട രാജയോഗത്തെയാണ്, രാജയോഗം ആയിട്ടാണ്. അപ്പോ മിഞ്ചിടും ഗുരുവും പാമ്പും മികുന്തുടൻ പത്തിൽ നിൽക്കേ. ഗുരു പ്ലസ് രാഹു 10ല് 10th ഹൗസിൽ നിന്നാല്, അതും പവർഫുൾ ആയിട്ടുള്ള നല്ല സ്ഥാനമായിരിക്കണം കേട്ടോ. വ്യാഴ നീചരാശിയിലൊക്കെ പോയി നിന്നാൽ അത് അത്രയ്ക്ക് കിട്ടില്ല എന്നുള്ള കാര്യം ഓർത്തോളണം. കാര്യം ഒരു റൂള് പറയുന്നുണ്ടെങ്കിൽ മുന്നേ ഉള്ള പവർഫുൾ ആയിട്ടുള്ള റൂളുകൾ അവിടെ അഡോപ്റ്റ് ചെയ്തോളണം. അപ്പൊ മിഞ്ചിടും ഗുരുവും പാമ്പും
മികുന്തുടൻ പത്തിൽ നിൽക്കേ വഞ്ചിത വഞ്ചനയോറും ഭാഗ്യം. വഞ്ചനയില്ലാത്ത ഭാഗ്യം വരും. വഞ്ചനയോറും ഭാഗ്യം. ഭാഗ്യം വന്നിടും. അറിയാൻ പറ്റിക്കാൻ വഞ്ചിക്കാതെയൊക്കെ നമുക്ക് ശരിയായ രീതിയിൽ ഭാഗ്യം വരും. വന്നിടും രാജയോഗം. രാജയോഗം വന്നിടും എന്നതാണ് പ്രമാണം. അപ്പോ തഞ്ചമായി ഉദയോൻ കൂടെ ചന്ദ്രൻ നടത്താൻ ചേര കൊഞ്ചിടും സുങ്കൻ ഏഴിൽ കോലമായി നിൻറാലാഹിൽ മിഞ്ചിടും ഗുരുവും പാമ്പും മികുന്തുടൻ പത്തിൽ നിൽക്കേ വഞ്ചനയോറും ഭാഗ്യം വന്നിടും രാജയോഗം. നിങ്ങൾക്കും രാജയോഗം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇന്നേക്ക് ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗസ്തീശ്വരായ.